ഒരു ചക്ക വീണപ്പോൾ മുയൽ ചത്തു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് രണ്ടാമതും സംഭവിച്ചു എന്ന് കരുതി എപ്പോൾ ചക്ക വീണാലും മുയൽ ചാവുമെന്ന് ആരും കരുതണ്ട. വേറെ ആരോടുമല്ല പറയുന്നത്, ജിത്തു ജോസഫ് എന്ന സംവിധായകനോടാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ടാഗ്ലൈനോട് കൂടിയാണ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം എത്തുന്ന കാര്യം മോഹൻലാൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഒരു കൊറിയൻ സിനിമയുടെ കോപ്പിയുടെയാണ് ദൃശ്യം എന്ന സംസാരം ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു സിനിമ തന്നെയായിരുന്നു ദൃശ്യം. കാസിനോ പോലെയുള്ള ബോറൻ പടങ്ങളൊക്കെ എടുത്ത് മോഹൻലാൽ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുമ്പോഴാണ് ദൃശ്യം വരുന്നത്. മലയാള സിനിമയിൽ അതുവരെ ഉണ്ടായിരുന്ന മാമൂലുകളെ ഒക്കെ പൊളിച്ചെത്തുന്നുണ്ട് ദൃശ്യം എന്നത് സത്യം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ നല്ലതായിരുന്നു ആ വർഷം തന്നെ പുറത്തിറങ്ങിയ മുംബൈ പോലീസ്. സ്വവർഗരതിയെ ആളുകൾ അന്ന് ഒട്ടും അംഗീകരിക്കാത്തതാവണം ആ സിനിമയ്ക്ക് അർഹിച്ചത്ര പരിഗണന ലഭിക്കാതിരുന്നത്. ദൃശ്യം ചിട്ടപ്പെടുത്തിയ രീതി വേറിട്ട് തന്നെയാണെന്നതിൽ സംശയമില്ല. എന്നാൽ അതൊരു മഹാസംഭവമൊന്നല്ല എന്ന് മാത്രം. കൊട്ടി ആഘോഷിച്ച് മൂന്നാം ഭാഗം കൊണ്ടുവരുമ്പോൾ ആ സിനിമയുടെ ചില ചീത്തവശങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ആ സിനിമ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് അതിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പോഴും ബോധേടല്ല. അതൊരു സിനിമയല്ലേ, അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ പോരെ എന്ന് ചോദിക്കാൻ വരട്ടെ. മുൻപ് മോഹൻലാൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിൽ വരുന്നതിന് വലിയൊരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നിരുന്നു. മോഹൻലാലിനെ പോലെ ഒരു പബ്ലിക് ഫിഗർ ലഹരിയൊക്കെ ഇങ്ങനെ പുകഴ്ത്തുന്നതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ കൊടുത്ത പരാതിയിലായിരുന്നു കേസ് നടന്നത്. അന്ന് കോടതി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. നടന്മാരും സിനിമകളും ആളുകളെ നന്നായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. കസ്തൂരിമാൻ കണ്ട് ഇൻസ്പയർഡ് ആയി സിവിൽ സർവീസിന് വേണ്ടി പഠിച്ചു എന്ന് അടുത്തിടെ ഒരു കളക്ടർ പറയുകയുണ്ടായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദൃശ്യം സിനിമയുടെ ഇമ്പാക്ട് പലതാണെന്ന് പറയേണ്ടി വരും. അതിന്റെ ഒരു ഉദാഹരണമാണ് ആലപ്പുഴയിൽ നിന്നും ഒരു യുവാവിനെ കാണാതാവുകയും ശേഷം ചങ്ങനാശ്ശേരിയിൽ അയാളുടെ മൃതദേഹം വീടിനുള്ളിൽ മറവ് ചെയ്ത് സിമന്റിട്ട് ഉറപ്പിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. തറ പൊളിച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. തറ നിരപ്പിൽ നിന്ന് 2 അടി താഴ്ചയിലായിരുന്നു കുഴി. സമാനമായ രീതിയിൽ ദൃശ്യം മോഡൽ കൊലകൾ വീണ്ടും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ഭാഗവും ഹിറ്റായതിനു ശേഷം മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ദൃശ്യം 3 എന്ന് തന്നെ പറയാം. ദൃശ്യം 3 കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് ഒരിക്കൽ മോഹൻലാൽ തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. മോഹൻലാലിന് പുറമെ ദൃശ്യം സിനിമയിൽ മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, ആശ ചേർത്ത്, സിദ്ദിഖ്, ഇർഷാദ് തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. രണ്ടാം ഭാഗത്തിലും ഇവർ മിക്കവരും ഉണ്ടായിരുന്നു. ഇനി മൂന്നാം ഭാഗത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടറിയാം. ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയതും ജിത്തു ജോസഫാണ്. ചൈനീസ് ഭാഷയിൽ അടക്കം റീമേക്ക് ചെയ്ത ആദ്യ മലയാള സിനിമ കൂടിയാണ് ദൃശ്യം. തമിഴിൽ കമൽഹാസൻ പാപനാശം എന്ന പേരിലാണ് ദൃശ്യം റീമേക്ക് ചെയ്തത്. ദൃശ്യം അതേ പേരിൽ ബോളിവുഡിൽ മൊഴിമാറ്റിയപ്പോൾ അജയ് ദേവഗൺ ആയിരുന്നു നായകനായി എത്തിയത്.